നമസ്കാരം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻ ഖാന് 10 വർഷം കഠിന തടവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്തായാലും മുൻ വിദേശകാര്യമന്ത്രി ഷാഹ് മുഹമ്മദ് ഖുറേഷിക്കും 10 വർഷം തടവ് ശിക്ഷ തന്നെയാണ് പാക് കോടതി വിധിച്ചിരിക്കുന്നത്. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കി എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. ഈ കേസിൽ തന്നെയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 8-ന് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇമ്രാൻ ഖാന് ഇത്തരത്തിലുള്ള ഒരു തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എന്നത് വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇമ്രാൻ ഖാന്റെ പാർട്ടിയായ തെഹ്രികെ ഇൻസാഫിന്റെ നില കൂടി ഇതോടുകൂടി പരിങ്ങലിലായിരിക്കുകയാണ്. US എംബസി അയച്ച നയതന്ത്ര രേഖ 2022 മാർച്ചിൽ നടന്ന പാർട്ടി റാലിയിൽ ഇമ്രാൻ ഖാൻ ഉയർത്തിക്കാട്ടിയിരുന്നു. ഈ രേഖ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന കേസിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പരസ്യമാക്കിയതോടുകൂടി രാജ്യ സുരക്ഷയെ തന്നെ ഇമ്രാൻ ഖാൻ വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നതും ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ അറസ്റ്റിലായി ഇമ്രാൻഖാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. നിലവിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഭാവിയും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമോ എന്നുള്ള വലിയ ചർച്ച ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, മുൻപ് പാകിസ്ഥാന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ മിക്കവരുടെയും അവസാനം ഒന്നെങ്കിൽ തടവറയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് രാഷ്ട്രീയ അഭയാർത്ഥിയായി ചേക്കേറുക എന്നത് മാത്രമായിരിക്കും. തീർച്ചയായും ഇമ്രാൻഖാന്റെ മുന്നിലും ഇനിയുള്ള ഒരു വഴി അത് നാട് കടത്തലിലേക്ക് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭയം തേടുക എന്നത് മാത്രമായിരിക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ച എല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളെല്ലാം തന്നെ വിദേശത്തേക്ക് ചേക്കേറുമ്പോൾ അവരുടെ മുന്നിൽ ആദ്യമുള്ള ഒരു ഓപ്ഷൻ അത് അറബ് രാജ്യങ്ങളല്ല, മറിച്ച് മിക്ക നേതാക്കളും അഭയം തേടി പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ പല രാജ്യങ്ങളും അവരുടെ സൗഹൃദ രാജ്യങ്ങൾ അല്ലെങ്കിൽ സഖ്യ ബന്ധമുള്ള രാജ്യങ്ങളുമായി കൂടിയാലോചനകൾ നടത്താറുണ്ട്. ഇവിടെയാണ് ഇമ്രാൻഖാന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും പരോക്ഷമായ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കോ മറ്റോ ഇമ്രാൻഖാന് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടി അഭിപ്രായം കണക്കിലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പൊതുവിൽ എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വിരുദ്ധമായ ഒരു നയം സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യം തയ്യാറാകും എന്നും കരുതാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇമ്രാൻഖാൻ ആവട്ടെ മിക്കപ്പോഴും മോദിക്ക് BJPക്കും അനുകൂലമായ ചില നിലപാടുകളൊക്കെ തുറന്നു പറഞ്ഞ് വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും മറ്റും പ്രശംസിച്ചുകൊണ്ട് പല വട്ടം രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും ഇമ്രാൻഖാന്റെ ഭാവി എന്നത് തന്നെയായിരിക്കും വരും ദിവസങ്ങളിലുള്ള ചർച്ചാ വിഷയം. ഇനി അദ്ദേഹം ജയിലിൽ തന്നെയാണോ ഭാവി തുടരുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായി ചേക്കേറുമോ എന്ന കാര്യം കണ്ടറിയണം. എന്തായാലും രാഷ്ട്രീയ അഭയാർത്ഥി എന്ന നിലയ്ക്ക് മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് ഇമ്രാനെ പറക്കണമെങ്കിൽ തീർച്ചയായും അതിൽ ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.